പ്രൈസലോ, നിങ്ങൾക്ക് വന്ദനം. പ്രിയരെ, ഇന്ന് പകഞ്ഞാരു ചിന്ത നിങ്ങളുമായി കൈമാറട്ടെ. പട്ടണങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കരയുന്ന, നിലവിളിക്കുന്ന, ഉപവസിക്കുന്ന ഒത്തിരി ജനം ഇന്നുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായി ചിന്തിക്കുന്നത് ഓൾഡ് ജനറേഷൻ ആൻഡ് ന്യൂ ജനറേഷൻ. ഓൾഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 25 വർഷത്തിന് പുറകോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മ കാണും. അന്ന് ഒരുപക്ഷെ നമ്മുടെ വീടുകൾ സിമെന്റിട്ട തറകളായിരുന്നു. ഓടോ ഓലയോ പുല്ലോ മേഞ്ഞ വീടുകളായിരിക്കാം. ഒത്തിരി മുറികളൊന്നുമില്ലായിരിക്കാം. ചിലപ്പോൾ തറയിൽ ചാണകം മെഴുകിയ തറയായിരിക്കാം. വൈകുന്നേരങ്ങളിൽ സന്ധ്യാനമസ്കാരത്തിനും വൈകുന്നേരങ്ങളിൽ ആ മെഴുകിയ തറയിൽ മുഴങ്കാലിരുത്തി തലമുറകളെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുന്ന മാതാക്കളുടെ കാലമുണ്ടായിരുന്നു. നിലവിളിച്ച ഒരു തലമുറ പിന്നിലുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഏകദേശം 25 വർഷങ്ങൾ പുറകോട്ട് സഞ്ചരിച്ചാൽ പഴയ തലമുറ പ്രാർത്ഥിക്കാൻ മക്കളെ പഠിപ്പിച്ച ഒരു തലമുറയായിരുന്നു. തലമുറകൾ ആത്മീയമായി ഉയരണമെന്ന് ആഗ്രഹിച്ച മാതാക്കളായിരുന്നു. പള്ളിയിലും ചർച്ചിലും ഞങ്ങളുടെ തലമുറ ആക്റ്റീവായി പോകണമെന്ന് ആഗ്രഹിച്ച ഒരു തലമുറയായിരുന്നു. എന്നാൽ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ദൃശ്യ മാധ്യമങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ഞാനും നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഈ തലമുറയുടെ പ്രത്യേകത, അവർക്ക് കരയാൻ സമയമില്ല, നിലവിളിക്കാൻ സമയമില്ല, തലമുറകളെ ഓർത്ത് നിലവിളിക്കാൻ ടൈമില്ല. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, എന്താ നിങ്ങൾക്ക് ഇന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ? അപ്പോൾ പറയുന്ന സമയമില്ല, ജോലിയുടെ ഭാരം. എൻ്റെ സഹോദരങ്ങളെ, രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കാളകളുമായി പൂട്ടാൻ, വയലുകൾ കൃഷിയിടങ്ങൾ മെതിക്കാൻ, അല്ലെങ്കിൽ മരമടിക്കാൻ, അല്ലെങ്കിൽ ഉഴുതുമറിക്കാൻ പിതാക്കന്മാർ എഴുന്നേറ്റ് പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. ആ കാലഘട്ടത്തിൽ തൻ്റെ ഭർത്താക്കന്മാർ വയലുകളിലേക്ക്, ഏലകളിലേക്ക്, പാടശേഖരങ്ങളിലേക്ക് പോകുമ്പോൾ ആ മാതാവ് രാവിലെ കട്ടൻ കാപ്പി ഇട്ട് കൊടുത്ത് തൻ്റെ ഭർത്താവിനെ അയക്കുമ്പോൾ പ്രാർത്ഥിച്ച്, ആ സമയം മുതൽ ഭർത്താക്കന്മാർ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ തട്ടി ഉണർത്തി പ്രാർത്ഥിപ്പിച്ച ഒരു മാതൃ കുടുംബങ്ങൾ ഈ സമൂഹത്തിലുണ്ടായിരുന്നു. ഇന്ന് ജോലിഭാരം പറഞ്ഞ് സമയത്തിൻ്റെ ആ വേരിയേഷനിൽ കുഞ്ഞുങ്ങളെ ഉറങ്ങിക്കോട്ടെ, അവർക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞ് അവരെ കിടത്തി ഉറക്കി നീ കരയുന്ന കണ്ണുനീര് അവർ കാണാതെ, നിന്റെ വിലാപങ്ങൾ നിന്റെ തലമുറ കാണാതെ, നിന്റെ കഷ്ടത തലമുറകൾ കാണാതെ അവരെ വളർത്തിയെടുക്കുന്നതിനാൽ ഈ തലമുറ വല്ലാതെ പിഴച്ചുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നിന്റെ കഷ്ടതയും വേദനയും, നീ ദൈവത്തോടുള്ള അഭയാചനയും നിന്റെ തലമുറ കാണട്ടെ. നീ മൊബൈലുകളിൽ ഫോട്ടോയും സെൽഫിയും എടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നിന്റെ തലമുറയ്ക്ക് സെൽഫി അല്ല കൊടുക്കേണ്ടത്. നിന്റെ തലമുറയ്ക്ക് കൊടുക്കേണ്ടത് മുഴങ്കാലിൽ നീ കരയുന്ന കണ്ണുനീരിൻ്റെ ചില പടങ്ങൾ, വീഡിയോകൾ നിന്റെ മൊബൈലിൽ നിന്റെ കുഞ്ഞുങ്ങൾ എടുക്കട്ടെ. ഈ ന്യൂ ജനറേഷനിൽ ആത്മമണ്ഡലത്തിൽ കത്താൻ നിന്റെ തലമുറയെ ഉപയോഗിക്കാൻ നീ കരയുമെങ്കിൽ നിന്റെ തലമുറയെ ദൈവം ഉപയോഗിച്ചിരിക്കും. തീർച്ചയാണ്, ഏത് കൊടിയ പീഡനങ്ങളുടെ നടുവിലും നിന്റെ തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കും. അഭിഷേകത്തോടെ, ആത്മനിറവോടെ ദൈവം എഴുന്നേൽപ്പിക്കും. നീ വായ്പ വാങ്ങാൻ ഇടവരുത്തില്ല, കൊടുക്കുവാനോ അവൻ നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ വീട്ടിൽ ആഹാരം കുറഞ്ഞു പോകുകയില്ല. നിന്റെ ദൈവം സമൃദ്ധിയായി നടത്തും. നിന്റെ ആവശ്യങ്ങളൊന്നും മുടങ്ങിപ്പോകത്തില്ല. നിന്റെ ആവശ്യങ്ങളെ ദൈവം നടത്തിത്തരും. നീ ധൈര്യമായിരിക്കുക. നിന്റെ തലമുറകളെ പ്രാർത്ഥനയ്ക്കായി എഴുന്നേൽപ്പിക്കുക. ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ, ചിന്തിക്കുക. കർത്താവിനായി ഉപയോഗിക്കപ്പെടാം.
ഗോഡ് ബ്ലസ് യു.